നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദളിത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ ഒഴികെ മിക്സഡ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്നും ദളിത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ. UDF ഒഴികെ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നത് ദളിത് ആക്ടിവിസ്റ്റ് സണ്ണി എം കാപ്പന് UDF സീറ്റ് നിഷേധത്തിന്റെ പശ്ചാത്തലത്തിലെന്നും നേതാക്കൾ. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന FCRA നിയമ ഭേദഗതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. ഇത്തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച വിജയം നേടുമെന്നും തൃശൂരിൽ LDFന് അട്ടിമറി വിജയം ഉണ്ടാകുമെന്നും PK ബിജു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശുദ്ധമായ തട്ടിപ്പാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിയതെന്നും ആരോപണം. കനിവ് തേടി കോട്ടായി പുളിനെല്ലിപ്പാലം. കോട്ടായി കുത്തന്നൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിനെല്ലിപ്പാലം തകർച്ചാ ഭീഷണിയിൽ. സംസ്ഥാന ബജറ്റിൽ 2 കോടി വകയിരുത്തിയായി പ്രഖ്യാപനമുണ്ടെങ്കിലും പാലം പൂർണ്ണമായും തകരുന്നതിന് മുൻപ് നവീകരണ പ്രവർത്തികൾ നടത്തണമെന്ന് നാട്ടുകാർ. അപകട ബോർഡ് സ്ഥാപിച്ചിട്ട് 10 വർഷം പിന്നിടുമ്പോൾ പുനർനിർമ്മിക്കുമെന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനങ്ങൾക്കും പതിറ്റാണ്ടുകളുടെ പഴക്കം. വാർത്തകൾ വിശദമായി. ദളിത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കും. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ ഒഴികെ മിക്സഡ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്നും DFI പ്രസിഡന്റ് K ബാബു പറഞ്ഞു. മറ്റു സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നത് ദളിത് ആക്ടിവിസ്റ്റ് സണ്ണി എം കാപ്പന് UDF സീറ്റ് നിഷേധത്തിന്റെ പശ്ചാത്തലത്തിലെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. LDFന് വിവിധ മണ്ഡലങ്ങളിൽ പിന്തുണ നൽകും. സംഘടനയെ സഹായിക്കുകയും വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്ത വ്യക്തിയായതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നതെന്നും K ബാബു പറഞ്ഞു. ഗോപി ഓട്ടക്കൽ, സോമൻ വെള്ളിയാമ്പള്ളിയിൽ, മുരുകൻ പറമ്പിക്കുളം തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തില് NDA സ്ഥാനാർത്ഥി ശ്രീ ശോഭാ സുരേന്ദ്രനെ ദളിത് ഫ്രണ്ട് DFI പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഈ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെയേറെ മതിപ്പുള്ള ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് മറ്റുള്ളവരെ മതിപ്പില്ല എന്നല്ല, ശോഭാ സുരേന്ദ്രനെ നാളുകളായി ദളിത് ഫ്രണ്ട് എന്ന് പറഞ്ഞ DFI എന്ന് പറയുന്ന സംഘടനയ്ക്ക്, കാരണം അവർ ഒത്തിരി സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായി സംഘടനയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരത് വിളിച്ചു പറയുകയും, അതായത് ഞങ്ങൾക്ക് വരുന്നതൊന്നും അവർക്ക് നിസ്സാരം എന്ന് പറയുന്ന കാര്യമാണെങ്കിൽ പോലും തന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവരൊക്കെ ഞങ്ങളോട് നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഞങ്ങൾ നോക്കിയിട്ട് ശോഭാ സുരേന്ദ്രനാണ്. ആ ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ 127 പേരാണ് കമ്മിറ്റിക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വന്നത്. അങ്ങനെയുള്ള ഒരാൾക്കാരെ ഈ നിയോജകമണ്ഡലത്തിൽ തെരഞ്ഞെടുക്കുകയാണ്. അവർ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പതിറ്റാണ്ടുകളായി തകർച്ചാ ഭീഷണി നേരിടുന്ന കോട്ടായി കുത്തന്നൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിനെല്ലിപ്പാലം സംരക്ഷണത്തിന്റെ കനിവ് കാത്തു കഴിയുന്നു. സംസ്ഥാന ബജറ്റിൽ 2 കോടി രൂപ വകയിരുത്തിയതായി പ്രഖ്യാപിച്ചെങ്കിലും പാലം പൂർണ്ണമായും തകർന്നു വീഴും മുൻപ് നവീകരണ പ്രവർത്തികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലം അപകട ഭീഷണിയിലാണെന്ന ബോർഡ് സ്ഥാപിച്ചിട്ട് 10 വർഷം പിന്നിടുമ്പോഴും പാലം പുനർനിർമ്മിക്കുമെന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനങ്ങൾക്കും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പതിറ്റാണ്ടുകളായി തകർച്ചാ ഭീഷണി നേരിടുന്ന കോട്ടായി കുത്തന്നൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിനെല്ലിപ്പാലം സംരക്ഷണത്തിന്റെ കനിവ് കാത്തു കഴിയുന്നു. പുതുക്കി പണിയുന്നതിന് ഇത്തവണ സംസ്ഥാന ബജറ്റിൽ 2 കോടി രൂപ വകയിരുത്തിയതായി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പാലം പൂർണ്ണമായും തകർന്നു വീഴും മുമ്പ് നവീകരണ പ്രവൃത്തി തുടങ്ങണേ എന്ന പ്രാർത്ഥനയിലാണ് നാട്ടുകാർ. 60 വർഷക്കാലപ്പഴക്കമുള്ള പാലം തകർച്ചാ ഭീഷണിയായിട്ട് 10 വർഷമായി. 1965 ജൂൺ മാസം 22-ന് ഉദ്ഘാടനം ചെയ്ത പാലത്തിന്റെ അന്നത്തെ നിർമ്മാണ ചെലവ് കേട്ടാൽ പുതുതലമുറ ആശ്ചര്യപ്പെടും. 3 സ്പാനുകളിലായി നിർമ്മിച്ച പാലത്തിന്റെ ആകെ നിർമ്മാണ ചെലവ് വെറും 22,500 രൂപയാണ്. പാലക്കാട് കമ്മ്യൂണിറ്റി പ്രോജക്റ്റിന് കീഴിൽ നിർമ്മിച്ച പുളിനെല്ലി ബേക്കരാംകുളം പാലം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ കമ്മ്യൂണിറ്റി പ്രോജക്ട് ഡയറക്ടറായിരുന്ന NES രാഘവാചാരിയാണ്. 4 ചക്ര വാഹനത്തിന് കഷ്ടിച്ച് കടന്നു പോകാവുന്ന വീതി കുറഞ്ഞ പാലത്തിന്റെ കൈവരികൾ മാത്രമല്ല, പാലത്തിന്റെ തൂണുകളും വിണ്ടുകീറി തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. പാലം അപകട ഭീഷണിയെന്ന് ബോർഡ് സ്ഥാപിച്ചിട്ട് 10 വർഷമായി. നിരവധി വാഹനങ്ങൾ സർവീസ് നടത്തുന്ന പാലം പുനർനിർമ്മിക്കണമെന്ന ജനപ്രതിനിധികളുടെ പ്രഖ്യാപനത്തിനും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പഴയകാല നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന പുളിനെല്ലിപ്പാലം പുതുക്കി പണിയാൻ താമസം നേരിട്ടാൽ പാലം തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ്. വേനൽക്കാലം കഴിയും മുമ്പേ പണി തുടങ്ങിയില്ലെങ്കിൽ മഴക്കാലത്ത് തോട് നിറഞ്ഞാൽ പണി നടക്കാൻ പ്രയാസമാകും. ഇനിയൊരു കാലവർഷക്കാലം അതിജീവിക്കാൻ പുളിനെല്ലിപ്പാലത്തിന് സാധിക്കില്ലെന്നും കാലവർഷം എത്തും മുൻപ് പാലത്തിന്റെ പണി പൂർണ്ണമായും തീർക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന FCRA നിയമ ഭേദഗതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു പറഞ്ഞു. ഇത്തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച വിജയം ലഭിക്കുമെന്നും തൃശൂരിൽ LDFന് അട്ടിമറി വിജയം ഉണ്ടാകുമെന്നും PK ബിജു പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശുദ്ധമായ തട്ടിപ്പാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിയതെന്നും PK ബിജു മാധ്യമപ്രവർത്തകരോട് തൃശൂരിൽ പറഞ്ഞു. കോൺഗ്രസിന്റെ വഴിവിട്ട് നീക്കം മറച്ചുവെക്കാനാണ് ഡീൽ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശുദ്ധമായ തട്ടിപ്പാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിയത്. പാചകവാതക പ്രതിസന്ധി ഇല്ലെന്ന് പറയുമ്പോഴും മഹാഭൂരിപക്ഷം ഹോട്ടലുകളും അടഞ്ഞുകിടക്കുകയാണ്. കേന്ദ്ര സർക്കാർ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും PK ബിജു പറഞ്ഞു. മഹാഭൂരിപക്ഷം വരുന്ന റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എല്ലാം അടഞ്ഞുകിടക്കാണ്. ഈ പ്രതിസന്ധി പാചകവാതകത്തിന് മാത്രമായി ഒതുങ്ങില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പെട്രോളിന്റെയും ഡീസലിന്റെയും കാര്യത്തിലും ഈ പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്നു എന്ന ആശങ്കയാണ് ഇപ്പോൾ. ഗൾഫിലെ യുദ്ധം യഥാർത്ഥത്തിൽ നമ്മളെയൊന്നും അത്ര വേഗത്തിൽ ബാധിക്കും എന്ന് കരുതാത്തവരുണ്ടായിരുന്നു. അവർക്കൊക്കെ അവരുടെ അടുക്കളയിൽ അതിന്റെ ആഘാതം വരുമ്പോഴാണ് ഇത്രമാത്രം ഭീകരമായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ കേന്ദ്ര സർക്കാർ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും യഥാർത്ഥത്തിൽ ഒളിച്ചോടുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കവളപ്പാറ ആര്യങ്കാവ് പൂരാഘോഷത്തിന് കൊടിയേറി. നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി കല്ലൂർ ദേവദാസ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. 31 ചൊവ്വാഴ്ച 5ാം വേലയും ആഘോഷിക്കും. താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം ഞായറാഴ്ച വൈകിട്ട് 6:30 കൊടിയേറ്റം. തട്ടക നിവാസികളെ സാക്ഷിയാക്കി ക്ഷേത്രം തന്ത്രി കല്ലൂർ ദേവദാസ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങ്. തൊണ്ണൂറ്റാറ് ദേശങ്ങളുടെ ഉത്സവമാണ് ആര്യങ്കാവ് പൂരം. പൂരം വരെ ക്ഷേത്രത്തിൽ കൂത്ത്, നിറമാല, വിവിധ കലാപരിപാടികളും നടക്കുന്നുണ്ട്. 31 ചൊവ്വാഴ്ച 5ാം വേലയും നടക്കും. കൈലാട്, ത്രാങ്ങാലി, കൂനത്തറ, കാരക്കാട്, മുണ്ടായ എന്നീ 5 ദേശങ്ങളാണ് ഉണ്ടായിരിക്കുക. ഏപ്രിൽ 3 കുതിരക്കളിയും 4 പൂരവും ആഘോഷിക്കും. കൊടിയേറ്റം കഴിഞ്ഞതോടെ പൂരാവേശത്തിലാണ് തട്ടകം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുത്തന്നൂർ പഞ്ചായത്തിലെ 9ാം വാർഡിൽ 5ഓളം CPM പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. കുത്തന്നൂർ UDF മണ്ഡലം കൺവെൻഷനിൽ വെച്ച് പാർട്ടി വിട്ടവർക്ക് കോൺഗ്രസ് മെമ്പർഷിപ്പ് നൽകി. കുത്തന്നൂർ പഞ്ചായത്തിൽ 5 CPM പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. കുത്തന്നൂർ പഞ്ചായത്തിലെ 9ാം വാർഡിൽ നിന്നും 5ഓളം CPM പ്രവർത്തകരാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ എത്തിയത്. കല്ലേക്കാട് പ്രമോദ്, രഘുനാഥ്, സുരേഷ്, ശശികുമാർ, പറവണി, മുഹമ്മദ് ഷരീഫ് എന്നിവരെയാണ് കുത്തന്നൂർ മണ്ഡലം UDF കൺവെൻഷനിൽ വെച്ച് വാർഡ് മെമ്പർ KA ഉമ്മർ ഫാറൂഖിന്റെ സാന്നിധ്യത്തിൽ തരൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി KC സുബ്രഹ്മണ്യൻ കോൺഗ്രസ് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് തന്നിലുള്ളതെന്നും താൻ നല്ല ഭൂരിപക്ഷത്തിന്റെ വിജയിക്കുമെന്നും ഉറച്ച ആത്മവിശ്വാസമുണ്ടെന്നും ഷൊർണൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി P. മമ്മിക്കുട്ടി. ഷൊർണൂരിൽ പ്രചരണത്തിനിടെ STVയോട് സംസാരിക്കുകയായിരുന്നു മമ്മിക്കുട്ടി. പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയതായും P. മമ്മിക്കുട്ടി പറഞ്ഞു. അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രചരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ട് ചോദിക്കാൻ വോട്ടർമാർ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങൾ അങ്ങോട്ട് പോയി സംസാരിക്കാം. സ്ഥാനാർത്ഥി വരുന്നു എന്ന് മുൻകൂട്ടി അറിയിച്ച് അവിടെ വരുന്ന ആളുകളോട് സംസാരിക്കാം. സ്വീകരണ പരിപാടി, റാലി അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നത്. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ അതിനൊന്നും നിസ്സാരവൽക്കരിച്ച് കാണുന്നില്ല. കുറേ രാഷ്ട്രീയ നിലപാട് വെച്ചിട്ട് മത്സരിക്കുന്നവരല്ല. ആ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജനങ്ങൾക്ക് കുറേ ഗുണകരമായൊരു ഭരണമാണിത് എന്ന് ആളുകൾക്ക് തോന്നിയോണ്ടാണ് 2021 വലിയ ഭൂരിപക്ഷത്തിൽ കിട്ടിയത്. 16 മുതൽ 21 വരെയുള്ള അനുഭവം വെച്ചിട്ടില്ല ആൾ വോട്ട് ചെയ്യുക. ആ 21 ഞാൻ വന്നത്, ജയിച്ചു വന്നത്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചു ആൾ. ആ MLA എന്നുള്ള നിലക്കാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി, നാടിൻ്റെ വികസനത്തിന് വേണ്ടി കഴിയാവുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന ഒരു MLA എന്ന നിലയ്ക്ക് ആളുകൾ എന്നിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. പ്രതീക്ഷക്കനുസരിച്ച് കൊണ്ട് എനിക്ക് പ്രവർത്തിക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു തവണ കൂടി മത്സരിക്കണമെന്ന് പാർട്ടി മുന്നണി തീരുമാനിച്ചത്. ഷൊർണൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥിയെ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ പ്രചരണ പരിപാടികൾക്ക് കൂനത്തറയിൽ നിന്ന് തുടക്കം കുറിച്ചു. പ്രചരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച യോഗം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഇത് ആര്യങ്കാവിൻ്റെ മണ്ണാണ്. അപ്പോൾ ആര്യങ്കാവ് ഭഗവതിയുടെ അനുഗ്രഹവും
തട്ടകാണ് ആര്യങ്കാവ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം വായിക്കുന്നത് അല്ലേ ടീച്ചറെ? അപ്പം അത് നല്ല ഐശ്വര്യത്തോടു കൂടി ഇന്ന് ആരംഭിച്ച് 9-ാം തീയതി ആണ് തിരഞ്ഞെടുപ്പെങ്കിലും 7-ാം തീയതി വൈകിട്ട് തിരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണങ്ങൾ തീരും. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് ഓടിയെത്താൻ കഴിയുന്ന എല്ലാ പ്രദേശത്തും സ്ഥാനാർത്ഥി വരും. 2 ലക്ഷത്തോളം വോട്ടർമാരുള്ള ഈ വലിയ നിയോജക മണ്ഡലത്തിൽ എല്ലാവരെയും നേരിട്ട് കാണാനുള്ള പരിമിതി ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചുകൊണ്ട് പരമാവധി വോട്ടർമാരെ സമയബന്ധിതമായി നിശ്ചയിച്ച സ്ഥലത്ത് പോയി കാണുകയും അവരുടെ എല്ലാം വോട്ട് തേടുകയും അനുഗ്രഹവും പിന്തുണയും തേടുകയും ചെയ്യണം. ശിവപ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മരക്കാർമാരായ മംഗലം മുഖ്യപ്രഭാഷണം നടത്തി. VC കബീർ മാസ്റ്റർ, KK യാസീസ്, കൃഷ്ണകുമാർ, പ്രേംകുമാർ, ഷിഹാബുദ്ദീൻ, ശ്രീകൃഷ്ണൻ, സ്ഥാനാർത്ഥി P ഹരിഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. KK വേണുഗോപാൽ സ്വാഗതവും VP സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. കുളപ്പുള്ളി SN കോളേജ് NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇലക്ഷൻ ക്യാമ്പയിൻ 2026 സംഘടിപ്പിച്ചു. ബോധവൽക്കരണ റാലി, സ്കിറ്റ് തുടങ്ങിയ പരിപാടികൾ നടന്നു. ഒറ്റപ്പാലം ഇലക്ഷൻ വിഭാഗത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ക്യാമ്പയിൻ. കേരളം ബൂത്തിലേക്ക് വോട്ട് ജനങ്ങളുടെ അവകാശം, എല്ലാവരും വോട്ട് ചെയ്യുക എന്നീ സന്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കുളപ്പുള്ളി SN കോളേജിലെ NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇലക്ഷൻ ക്യാമ്പയിൻ 2026 സംഘടിപ്പിച്ചത്. രാവിലെ കോളേജിൽ നിന്നും ബോധവൽക്കരണ റാലിയോടുകൂടിയായിരുന്നു തുടക്കം. കുളപ്പുള്ളി നഗരത്തിൽ റാലി സമാപിച്ചതിനു പിന്നാലെ കുട്ടികളുടെ ഫ്ലാഷ് മോബ്, സ്കിറ്റ് എന്നിവയും നടന്നു. നമ്മൾ വോട്ട് ചെയ്യുന്നത് ഉറപ്പാക്കും. അതിനാണ് നമ്മുടെ കയ്യിലിടുന്ന ബ്ലോയിങ്. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതായത് നമ്മൾ ഇലക്ഷൻ വോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരു മഷി തേക്കും. അതാണ് ബ്ലോയിങ്. ആ മഷി തേച്ച് കഴിഞ്ഞാൽ പിന്നെ കള്ള വോട്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരാൾക്ക് ഒരാഴ്ച മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ നല്ല നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് തുടർന്ന് റോൾ പ്ലേ, പോസ്റ്റർ മേക്കിംഗ് എന്നിവയും ഉണ്ടായി. ഒറ്റപ്പാലം ഇലക്ഷൻ വിഭാഗത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ക്യാമ്പയിൻ. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P രജനി, NSS പ്രോഗ്രാം ഓഫീസർ C ഗിരിജ, ഡോക്ടർ TR മിഥുൻ, V അഭിലാഷ്, ഒറ്റപ്പാലം ഇലക്ഷൻ വിഭാഗത്തിലെ അനീഷ് ബെഞ്ചമിൻ, ബലേഷ്, സാമുവൽ, ശ്രീജിത്ത് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കലാമണ്ഡലം ഗോപി ആശാൻ വോട്ട് ചെയ്തു. മുതിർന്നവർക്കുള്ള പോസ്റ്റൽ വോട്ട് സൗകര്യം ഉപയോഗപ്പെടുത്തിയാണ് വോട്ട് ചെയ്തത്. പോളിംഗ് ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച 12 മണിയോടുകൂടി ഗോപി ആശാൻ്റെ തൃശ്ശൂരിലെ വീട്ടിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഷൊർണൂർ കല്ലിപ്പാടം AUP സ്കൂളിൽ പ്രീ പ്രൈമറി ഗ്രാജുവേഷൻ ഡേ തിങ്കളാഴ്ച നടന്നു. കൗൺസിലർ M രമാദേവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സർട്ടിഫിക്കറ്റ് വിതരണവും കലാപരിപാടികളും ഉണ്ടായിരുന്നു. കല്ലിപ്പാടം AUP സ്കൂളിലെ പ്രീ പ്രൈമറി ഗ്രാജുവേഷൻ ഡേയാണ് തിങ്കളാഴ്ച സംഘടിപ്പിച്ചത്. UKGയിൽ നിന്നും 20 വിദ്യാർത്ഥികളാണ് 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നത്. ഗ്രാജുവേഷൻ ഡേയുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ M രമാദേവി നിർവഹിച്ചു. ചടങ്ങിൽ K അശോകൻ അധ്യക്ഷത വഹിച്ചു. സർട്ടിഫിക്കറ്റുകളുടെ വിതരണം വിശിഷ്ടാതിഥികളായ KK വത്സമ്മ, ഗിരിജ എന്നിവർ നിർവഹിച്ചു. HMS ശാന്തിലാൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാനേജർ A ആനന്ദ്, K ബാലകൃഷ്ണൻ, K മണികണ്ഠൻ, അധ്യാപിക A മിനി, KK വത്സമ്മ, ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അഴുക്കുചാൽ വൃത്തിയാക്കുന്നതിനിടെ ലഭിച്ച പണമടങ്ങിയ ബാഗ് ഷൊർണൂർ പോലീസിൽ ഏൽപ്പിച്ച് ഷൊർണൂർ നഗരസഭയിലെ സാനിറ്റേഷൻ വർക്കർ മാതൃകയായി. തിങ്കളാഴ്ച കുളപ്പുള്ളി ടൗൺ ഭാഗത്ത് ഓട വൃത്തിയാക്കുന്ന സമയത്താണ് വർക്കർ രാധയ്ക്ക് പണമടങ്ങിയ ബാഗ് ലഭിച്ചത്. പിന്നീട് ഷൊർണൂർ നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം രാധയും HI വിനോദും ബിഗ് ബാഗ് പോലീസിന് കൈമാറി. 18,640 രൂപയ്ക്ക് പുറമെ മൊബൈൽ ഫോൺ, ATM കാർഡ്, 1.5 ലിറ്റർ മദ്യം എന്നിവയാണ് ലഭിച്ചത്. മാതൃകാപരമായ പ്രവർത്തനത്തിന് രാധയെ ഷൊർണൂർ പോലീസ് പ്രത്യേകം അഭിനന്ദിച്ചു.
ഇറ്റലി പൗരന്മാരുടെ വേഷവിധാനത്തിൽ കല്യാണ സൗഗന്ധികം കഥകളി അരങ്ങിലെത്തും. 3 വർഷത്തെ തീവ്ര പരിശീലനത്തിനൊടുവിലാണ് ഇറ്റലിക്കാരായ 3 യുവാക്കൾ കല്യാണ സൗഗന്ധികം അരങ്ങിലെത്തിക്കുക. കലാതരംഗിണി സ്കൂളിലെ ഡയറക്ടറും അധ്യാപകനുമായ ജോൺ ആണ് ഗുരു. പരിശീലനത്തിന്റെ അവസാന മിനുക്കുപണിയിലാണ് ഈ കലാകാരന്മാർ. ഏപ്രിൽ 5-നാണ് അരങ്ങേറ്റം. ഇവർ ഇറ്റലിയിൽ നിന്ന് കഥകളി പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവർ ഇറ്റലിയിലെ തിയാട്രോ ടസ്കാനിലെ ബെർഗമോ എന്ന് പറയുന്ന തിയേറ്ററിലെ നടന്മാരാണ്. ഇവരുടെ സെക്കൻഡ് ജനറേഷനാണ്. ആദ്യത്തെ ജനറേഷൻ ഉണ്ടായിരുന്ന ആൾക്കാർ കഥകളി പഠിച്ചിരുന്നു. അതിൽ ഒരാൾ ബേപ്പെ കേരിക്കെത്തി എന്ന് പറയുന്ന ആൾ മരിച്ചുപോയി. അദ്ദേഹം കല്യാണ സൗകര്യം ഭീമനാണ് കെട്ടിയിരുന്നത്. ഇപ്പോൾ ഭീമൻ കെട്ടുന്നത് ഇദ്ദേഹമാണ്, ഹനുമാൻ കെട്ടുന്നത് ഇദ്ദേഹമാണ്, പാഞ്ചാലി ഈ കുട്ടിയാണ് കെട്ടുന്നത്. ഇത് വിദേശികൾ മാത്രമായി അവതരിപ്പിക്കുന്ന ഒരു കല്യാണ സൗഗന്ധ്യത്തിൻ്റെ അരങ്ങേറ്റം കലാതരംഗിണിയിൽ അടുത്ത മാസം, അതായത് ഏപ്രിൽ 5-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കലാതരംഗിണിയിൽ വെച്ച് നടക്കുന്നതാണ്. മങ്കരകാളിക്കാവ് ക്ഷേത്രത്തിലെ ഉത്തരംവിളക്ക് മഹോത്സവം ഏപ്രിൽ 1-ന് ബുധനാഴ്ച വിവിധ പരിപാടികളോടെ നടക്കും. റെയിൽവേ മേൽപ്പാലത്തിന് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ വേലകൾ ശ്രദ്ധിച്ചു വരേണ്ടതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. അന്ന് രാവിലെ പ്രഭാതഗീതം, ഉഷപൂജ, ശതശയ നിവേദ്യം, ഉച്ചപൂജ എന്നിവ ഉണ്ടാകും. വൈകിട്ട് വെള്ളറോഡ്, താവളം, മങ്കര, റെയിൽവേ, പരിശ്ശേരി, മാങ്കുരിശി, മഞ്ഞക്കര, ചെമ്മുക, കൂട്ടുപാത, കോട്ട യുവജനവേല കമ്മിറ്റി, പുലോടി, മുട്ടിക്കാട്, കരുവടത്തൊടി തുടങ്ങിയ ദേശവേല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വേലകൾ പുറപ്പെടും. വേലകൾ മങ്കര താവളം വഴി ക്ഷേത്രത്തിലേക്ക് നീങ്ങും. ഗജവീരന്മാർ, വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവ വേലകൾക്ക് അകമ്പടിയാകും. റെയിൽവേ മേൽപ്പാലത്തിന് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ വേലകൾ വരുമ്പോൾ ശ്രദ്ധിച്ച് വരേണ്ടതാണെന്നും ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഈ കാളികാവിലെ ഉത്തരംവിളക്ക് മഹോത്സവം എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ തന്നെ ഈ വർഷം ഏപ്രിൽ 1-ാം തീയതി ബുധനാഴ്ച വിവിധ ദേശങ്ങളിൽ നിന്നും, എന്ന് വെച്ചാൽ മങ്കര ഗ്രാമപഞ്ചായത്തിലെ 11 ദേശങ്ങളിൽ നിന്നായി. ആ ദേശങ്ങളുടെ പേരുകൾ: 1 വെള്ളറോഡ്, 2 കാരാട്ടുപറമ്പ്, 3 റെയിൽവേ സ്റ്റേഷൻ, 4 മാങ്കുരിശി, 5 പരീശ്ശേരി, 6 മഞ്ഞക്കര, 7 ഓട്ടോ ടാക്സി, 8 കോട്ട, 9 ചെമ്മുക, 10-ാമതായി മുട്ടിക്കാട് കരുവടത്തൊടി, 11-ാമത് പൂലോടി. ഈ ദേശങ്ങളാണ് വിവിധ നാടൻ കലാരൂപങ്ങളും അതുപോലെ തന്നെ ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടി മങ്കര പോലീസ് സ്റ്റേഷൻ ഭാഗത്തു നിന്നും താവളം വഴി ഇവിടേക്ക് അമ്പലത്തിലേക്ക് എത്തിച്ചേരുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന രീതിയിലാണ് ഈ കലാരൂപങ്ങളോടുകൂടി ഇവിടെ ഒരേ വഴിയിലൂടെ തന്നെ കടന്നു വരുന്നത്. കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ 23-ാം തീയതി ഈ വേലയുടെ തുടക്കം കുറിച്ചുകൊണ്ട് കൂറയിടൽ ചടങ്ങ് നടന്നിരുന്നു. അതോടുകൂടി വേലയുടെ ആഘോഷം തുടങ്ങി എന്നുള്ളതാണ് ഇതിന്റെ ഐതിഹ്യം. അതുപോലെ തന്നെ ഇവിടെ ഇത്തവണ നമ്മുടെ അമ്പലത്തിന് സമീപമുള്ള റെയിൽവേ ഗേറ്റ്, അതിന്റെ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വേല തന്നെ ഒരു സംശയത്തിലായിരുന്നു ആദ്യം പോയിരുന്നെങ്കിലും ഇപ്പൊ അതെല്ലാം ഗേറ്റ് ഏകദേശം ഏപ്രിൽ 5-ാം തീയതിക്ക് അടയ്ക്കൂ എന്നുള്ളൊരു വിവരം കൂടി കിട്ടിയിട്ടുണ്ട്. ആ ഭാഗങ്ങളെല്ലാം കൺസ്ട്രക്ഷൻ നടക്കുന്നതിനാൽ വളരെയധികം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. വരുന്ന ഭക്തജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദളിത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ ഒഴികെ മിക്സഡ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്നും ദളിത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ. UDF ഒഴികെ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നത് ദളിത് ആക്ടിവിസ്റ്റ് സണ്ണി M. കാപ്പന് UDF സീറ്റ് നിഷേധത്തിന്റെ പശ്ചാത്തലത്തിലെന്നും നേതാക്കൾ. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന FCRA നിയമ ഭേദഗതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. ഇത്തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച വിജയം നേടുമെന്നും തൃശൂരിൽ LDFന് അട്ടിമറി വിജയം ഉണ്ടാകുമെന്നും PK ബിജു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശുദ്ധമായ തട്ടിപ്പാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിയതെന്നും ആരോപണം. കനിവ് തേടി കോട്ടായി പുളിനെല്ലിപ്പാലം. കോട്ടായി കുത്തന്നൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിനെല്ലിപ്പാലം തകർച്ചാ ഭീഷണിയിൽ. സംസ്ഥാന ബജറ്റിൽ 2 കോടി വകയിരുത്തിയായി പ്രഖ്യാപനമുണ്ടെങ്കിലും പാലം പൂർണ്ണമായും തകരുന്നതിന് മുൻപ് നവീകരണ പ്രവർത്തികൾ നടത്തണമെന്ന് നാട്ടുകാർ. അപകട ബോർഡ് സ്ഥാപിച്ചിട്ട് 10 വർഷം പിന്നിടുമ്പോൾ പുനർനിർമ്മിക്കുമെന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനങ്ങൾക്കും പതിറ്റാണ്ടുകളുടെ പഴക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.